ഈ സെഷൻ്റെ അധ്യക്ഷൻ PS സുനിൽകുമാറായിരുന്നു. സുനിൽകുമാറിന് പെട്ടെന്ന് പോകേണ്ടി വന്നു. അതുകൊണ്ട് ആ ചുമതല ഞാൻ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതം ഒരു ജനാധിപത്യ അവകാശത്തിലൂടെ സ്വീകരിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അശോകൻ ഉയർത്തിക്കാട്ടിയത്. അശോകച്ചേരിയിൽ നന്ദി പറയുന്നു. ഇനി സെക്കുലാർ ജീവിതം നേരിടുന്ന വെല്ലുവിളികൾ എന്ന ഈ സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സഖാവ് ഗീത നസീറാണ്. എഴുത്തുകാരിയാണ്, പത്രപ്രവർത്തകയാണ്, ആക്ടിവിസ്റ്റാണ്. അതിലുപരി കേരളത്തിലെ സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് NE ബലറാമിൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് തൃപ്തി വരുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇന്നും കൂടി പറഞ്ഞുകൊണ്ട് സഖാവ് ഗീതയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും സ്നേഹം. സെക്യുലർ ജീവിതം നയിക്കുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊരു ജീവിതം നയിച്ച് ക്ഷീണിച്ചിട്ട് ഇരിക്കുകയാണോ? വെല്ലുവിളികളെയൊക്കെ നേരിട്ട് ക്ഷീണിതരായിട്ടുണ്ടോ എന്നാണ് ഞാനിവിടെ എല്ലാവരുടെ മുഖങ്ങളിലും നോക്കി ചിന്തിക്കുകയായിരുന്നു. ഒരു 10 വർഷം മുമ്പുള്ള അനുഭവമല്ല നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്യുലർ ഫോറവുമായി ബന്ധപ്പെട്ട് പല പരിപാടികളിലും ഞാൻ വരാറുണ്ട്, അവരുമായിട്ട് സഹകരിക്കാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, മതേതര ജീവിതം നയിക്കാൻ സ്വയം തീരുമാനിച്ച കുറേ മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ട് എന്നുള്ളത് എനിക്കൊരു വലിയ ആശ്വാസം തരുന്ന കാര്യമാണ്. ഇപ്പോഴതിന് വലിയ പ്രസക്തിയുമുണ്ട്, വലിയ ധൈര്യവും വേണം. ചെറിയ ധൈര്യമൊന്നും പോരാ. ഇവിടെ സെക്യുലർ എന്ന വാക്ക് തന്നെ നമ്മുടെ ഭരണഘടനയിൽ വരുന്നത് 1976 അടിയന്തരാവസ്ഥ സമയത്താണ്. അതുപോലെ പ്രിയാമ്പിളിൽ നമുക്ക് ആ വാക്കുണ്ടായിരുന്നില്ല. പക്ഷെ ആ വാക്കില്ലാത്തത് കൊണ്ട് വലിയ പരുക്കൊന്നും നമുക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരുപാട് ആർട്ടിക്കിളുണ്ട്, 24, 25, 14, 15 എന്നൊക്കെ പറഞ്ഞ് മതസ്വാതന്ത്ര്യത്തിനുള്ള വകുപ്പുകൾ ധാരാളം നമ്മുടെ ഭരണഘടനയിലുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല. വകുപ്പുകളും ഭരണഘടനാപരമായ പിന്തുണയും എല്ലാം ഉണ്ടെങ്കിലും ഒരു മതേതര ജീവിതം എങ്ങനെയാണ് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുക? ഒരു സുപ്രഭാതത്തിൽ കുറച്ച് വിവാഹപ്രായമാകുമ്പോൾ നമ്മളങ്ങ് തീരുമാനിക്കുക, ഞാൻ ഈ നാളെ മുതൽ ഒരു മതേതര ജീവിതം അങ്ങ് ജീവിച്ച് കളയാം. അങ്ങനെയാണോ അത്? നമ്മൾ പലരും ആക്സിഡൻ്റലായിട്ടായിരിക്കാം അല്ലേ? നമുക്കൊരു പ്രണയം ആരോടും തോന്നാമല്ലോ. പ്രണയം എന്ന് പറയുന്നതാണ് ഏറ്റവും മഹത്തരമായ ഒന്ന്, ഒരു വികാരം മനുഷ്യൻ്റെ. അതിൽ നമുക്ക് ആരോടും അത് തോന്നാം. അങ്ങനെ അത് തോന്നുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയിൽ നമ്മൾ മനോഹരമായ ചില കാര്യങ്ങളല്ലാതെ മറ്റൊന്നും കാണില്ല പൊതുവെ. ഇപ്പം കുറച്ചുകൂടെ വളരെ കാൽക്കുലേറ്റഡായും ഒക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്നാലും പൊതുവിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ അത് ഗൗരവമായ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് നമ്മൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അശോകൻ സഖാവ് സൂചിപ്പിച്ചതുപോലെ ജന്മിത്വത്തിൻ്റെ പല അടരുകളുള്ള ജന്മിത്വം, അതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരംശം മാത്രമാണ് നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
അത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ ഒരു സാംസ്കാരിക പൊതുബോധമുണ്ട്. ആ ബോധം വളരെ യാഥാസ്ഥികമാണ്. അതങ്ങനെ എളുപ്പം പൊട്ടിച്ചു കളയാൻ കഴിയുന്ന ഒന്നല്ല. വാസ്തവത്തിൽ രാഷ്ട്രീയമായി എന്ത് മാറ്റം വന്നാലും ഒരു രാജ്യത്ത് ആദ്യം വരേണ്ട മാറ്റം എന്ന് പറയുന്നത്, വിപ്ലവം എന്ന് പറയുന്നത് സംഭവിക്കേണ്ടത് സാംസ്കാരിക വിപ്ലവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരമൊരു മാറ്റത്തിന് ഈ രാജ്യത്തെ തയ്യാറാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇന്ത്യയുടെ ജാതി അതിൻ്റെ അഗാധമായ വേരുകളെ സ്പർശിക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഹൈന്ദവവൽക്കരണമെന്ന വലിയ രീതിയിൽ ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ശക്തികൾ ഈ ഇന്ത്യയിൽ ഭരണം പിടിച്ചെടുക്കുന്ന അവസ്ഥയിലെത്തിയത്. തീർച്ചയായും ഹിന്ദു ഒരു മതമല്ലെന്ന് നമുക്കൊക്കെ അറിയാം. സിന്ധു നദീതട തീരത്ത് വന്ന ഒരു സംസ്കാരത്തിൽ വന്ന ജനതയെ ഏത് രൂപത്തിലാണ് ഹിന്ദു ഇന്ത്യ എന്നൊക്കെ ആക്കിയത് എന്നുള്ളത് ചരിത്രപരമായി നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഒരു സംസ്കാരമായിട്ട് വന്നു വന്ന് ഒരു 4000 വർഷത്തെ ചരിത്രമുള്ള ഒരു സംസ്കാരം. ആ സംസ്കാരത്തിൽ ഇവിടെ നിന്ന് നിലനിന്ന ഒരു പല വിഭാഗമായ ഗോത്രജനങ്ങൾ, ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഗോത്ര സമൂഹം 1000 വർഷം വരെ ഈ രാജ്യത്തുണ്ടായി. അപ്പം അവർ തന്ന സംസ്കാരം എന്തായിരിക്കും? അവർ ഏത് തരത്തിലുള്ള ജീവിതമായിരിക്കും നയിച്ചിരിക്കുക? അവരേത് തരത്തിലുള്ള വിശ്വാസമായിരിക്കും പുലർത്തി കാണുക? അതിൻ്റെ ഒരു രേഖ പോലും അവശേഷിപ്പിക്കാതെയാണ് ചരിത്രത്തിൽ ബ്രാഹ്മണാധിപത്യം ഉണ്ടായത് ഇന്ത്യയിൽ. അവിടുന്ന് തൊട്ടാണ് നമ്മുടെ സുഗമമായ യാത്രയ്ക്ക് തടസ്സം നേരിടുന്നത്. നമ്മൾ അതുവരെ കാണാത്ത ഒരു ചിന്ത, വളരെ സവർണബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ചിന്ത എന്ന് തന്നെ നമ്മളിപ്പോൾ അതിനെ പറയുന്നു. അത് പിന്നീട് വന്ന ഇന്ത്യയുടെ രൂപീകരണത്തിൽ എങ്ങനെയാണ് നമ്മുടെ ജനതയെ വേട്ടയാടുന്നത്, ഏത് രൂപത്തിലാണത് പ്രതികൂലമായി ബാധിച്ചത്, അത് മനസ്സിലാക്കാനുള്ള ശ്രമം നിർഭാഗ്യവശാൽ വലിയ തോതിൽ ഇന്ത്യയിൽ ഉണ്ടായില്ല. നമ്മളെല്ലാം പല ഭാഷ സംസാരിക്കുന്നു, പല ഭക്ഷണ രീതികൾ സ്വീകരിക്കുന്നു, രുചികൾ പലത്, നിറങ്ങളോടുള്ള സമീപനം പലത്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം നമുക്കറിയാം. നമ്മുടെ നാനാത്വം എന്ന് പറയുന്നതിൻ്റെ ഏകത്വത്തിൻ്റെ മനോഹാരിത നമ്മൾ പലപ്പോഴും പറയുന്നതും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ അതിനിടയിൽ കൂടി ജാതീയമായ ഭീകരമായ ഒരു വർഗീയവൽക്കരണം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ചിന്താധാരയിൽ അന്തർലീനമായി കിടന്നു. പക്ഷേ വലിയ അനുകൂല സാഹചര്യമില്ലാത്തത് കൊണ്ട് അത് അടങ്ങിക്കിടന്നു എന്ന് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. എത്ര വേഗമാണ് ഒരു മനുഷ്യനെ പ്രകോപിപ്പിക്കാൻ കഴിയുന്നത്, അല്ലേ? നമ്മളാരും പ്രതീക്ഷിക്കാത്ത അത്ര വേഗതയിലാണ് RSS അടക്കമുള്ളവരുടെ പ്രചരണങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് കത്തിക്കയറുന്നത്. അത്തരത്തിലൊരു വിഷം അത് ഇത്ര സമർത്ഥമായി മനുഷ്യരുടെ ഇടയിലേക്ക് അഴിച്ചുവിടാൻ കഴിയുന്ന തരത്തിൽ ചെറിയൊരു ശതമാനം വരുന്ന സവർണാധിപത്യത്തിന് കഴിയുന്നുവെങ്കിൽ ഭൂരിപക്ഷം വരുന്ന ജനതയെ
ഈ ഒരു ആപത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും? നമുക്ക് മതേതര ജീവിതം നയിച്ചതുകൊണ്ട് മാത്രം അത് സാധ്യമാവില്ല. എനിക്ക് ജാതിയില്ല, മതമില്ല, എനിക്ക് അന്ധവിശ്വാസമില്ല, കുരിപ്പുഴ സാർക്ക് മുമ്പിലിരിക്കുകയാണ്, യുക്തിവാദം, യുക്തിചിന്തകളാണ് എന്നെ നയിക്കുന്നത് ഒക്കെ നമുക്ക് പറയാം. പക്ഷേ അതെങ്ങനെയാണ് ഒരു ഭൂരിപക്ഷ സമൂഹത്തെ നമുക്ക് ഈ ഒരു അപകടത്തിൽ നിന്ന് ചേർത്ത് പിടിക്കാനും രക്ഷിക്കാനും കൈകൊടുത്തു മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുക എന്നുള്ളത് നമ്മൾ കുറച്ച് പേര് മാത്രം കൂടിയിരുന്ന് ആലോചിക്കുകയാണ്. മതേതര കുടുംബങ്ങളിരുന്ന് ആലോചിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, അവരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എടുക്കേണ്ടി വന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നപ്പോൾ നിങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ, ഇപ്പോഴും ആ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് പലരും. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന, അതുകൊണ്ട് മാത്രം ഈ പോരാട്ടം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മടങ്ങുന്നവരുമുണ്ട്. എനിക്കറിയാം എത്രയോ പേർ ഇങ്ങനെ വിവാഹത്തിൽ ഏർപ്പെട്ടതിന് ശേഷം മക്കൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കാൻ തീരുമാനിച്ച് അവരെടുത്ത ആ ഒരു ധീരമായ തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോയവരുണ്ട്. സാമ്പത്തികം മാത്രമല്ല പ്രശ്നം, അവിടെയാണ് സാംസ്കാരികവും സാമൂഹികവുമായ ഒരു പിന്തുണ മനുഷ്യന് ആവശ്യമാകുന്നത്. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന മനസ്സൊക്കെ മനുഷ്യനുണ്ട്, നമ്മൾ കണ്ടു. അതെങ്ങനെയാണ്? വലിയ വലിയ കലാമിറ്റീസ് വരണമല്ലേ, അതിൻ്റെ മുന്നിൽ മാത്രമാണ് നമ്മളതൊക്കെ കളഞ്ഞ് തല ഉയർത്തിപ്പിടിച്ച് ഞാൻ മനുഷ്യനാണ് എന്നൊക്കെ കുറച്ച് നേരം പറയും. അത് കഴിഞ്ഞാൽ പത്തി താഴ്ത്തി ഞാനെന്ന ഭാവം അതെന്താണോ അത് പുറത്തു വരും. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം, ഈ മതങ്ങളെല്ലാം മനോഹരമായി അവരുടെ അജണ്ടകൾ നടപ്പാക്കുന്നത് സ്ത്രീകൾ വഴിയാണ് അല്ലേ? ഇപ്പം ഹിന്ദു ഒരു മതമാകണമെന്ന് ശഠിക്കുന്നത് ഒരു പ്രത്യേക ചിന്താധാരയുടെ ഭാഗമായിട്ടാണ്. ചാതുർവർണ്ണയത്തിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നവരല്ലേ? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എല്ലാ രീതിയിലും ഇപ്പോൾ ഈ കാണുന്ന വർഗീയതയുടെ ഏറ്റവും വലിയ ഒരു വിത്ത് പാകിയത് 1992-ലാണ്. അതുവരെ 2 പാപങ്ങളാണ് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പറയുന്നത്. ഹിന്ദു എന്നൊരു വാക്കില്ല, പുരാണങ്ങളിലില്ല, നമുക്കറിയാം, നമ്മുടെ ഐതിഹ്യങ്ങളിലില്ല, ഒന്നും അങ്ങനെ ഒരു വാക്കില്ല, വേദങ്ങളിലും ഒന്നും ആ വാക്കില്ല. ധർമ്മത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷേ 2 ഘട്ടത്തിൽ ശൂദ്രനെ കൊല ചെയ്തപ്പോഴും യുദ്ധത്തിന് യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞ ആജീവകനായ ചാർവാകനെ ബ്രാഹ്മണർ ചുട്ടുകൊന്നത്. ഈ 2 കളങ്കമാണ് ഇപ്പോൾ ഈ പറയുന്ന ഹിന്ദുമതവാദികളോട് സെക്യുലർവാദികൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതൊന്നുകൂടി നമ്മൾ ചോദിക്കണം. അത് സത്യം പറയാമെങ്കിൽ 92-ലെ അയോധ്യ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയാനുള്ള തീരുമാനം, അതൊരു ചെറിയ കാര്യമായിരുന്നില്ല. അത് ഇന്ത്യയുടെ ഹൃദയത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണ്. ഭൂരിപക്ഷ ജനതയ്ക്ക് അത് പറയാൻ കഴിയണം. പൊതു ഘടനയിൽ നിന്ന് ഒരു വിഭാഗം മാറി നടക്കാൻ തീരുമാനിച്ചത് അപ്പോഴാണ്. ന്യൂനപക്ഷം, മുസ്ലിം എന്ന് പറയാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഏകീകരണം, പാർശ്വവൽക്കരണം നടന്നതാണ് അതിനുശേഷമാണ് ഇന്ത്യയിൽ. പിന്നീട് ഗുജറാത്ത് കലാപം നമ്മൾ കണ്ടു. അങ്ങനെ അത്
വലിയ രീതിയിലുള്ള അജണ്ടകളായി മാറി. ഒരു ഒറ്റയടിക്കൊന്നും വൽക്കരണം നടന്നതല്ല ഇന്ത്യയിൽ, പടിപടിയായാണ് സംഭവിച്ചത്. എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിൽ 92-ന് ശേഷവും അതിനു മുമ്പുമുള്ള ജീവിതം ഒരു മുസ്ലിം കുടുംബത്തിലാണ്. ഈ പറഞ്ഞതുപോലെ സഹപ്രവർത്തകരായി, പ്രണയം തന്നെയായിരുന്നു, ഞങ്ങൾ വിവാഹിതരായി. മത്സ്യമാംസാദികളൊന്നും അധികം ഉപയോഗിച്ച ശീലമില്ല. മത്സ്യമൊക്കെ ഞാൻ കാണുന്നത് അവിടെ പോയിട്ടാണ്. കറി വയ്ക്കാനൊക്കെ ഞാൻ പഠിക്കുന്നത് അവിടെ ചെന്നാണ്. പക്ഷേ അവിടെ ചെന്ന ഈ ഒരു 92 ആയപ്പോഴേക്കും സാധാരണ സ്ത്രീകളെ പോലെ നടന്ന ഭർത്താവിൻ്റെ സഹോദരിമാരടക്കമുള്ളവർ പെട്ടെന്ന് പർദ്ദയ്ക്കുള്ളിലായി. എനിക്കതൊരു വലിയ ഷോക്കായിരുന്നു. അവരെല്ലാം വളരെ ഉൽപ്പതിഷ്ണുകളും, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞങ്ങളെക്കാളൊക്കെ വാശിയോടെ ജാതിക്കും മതത്തിനുമൊക്കെ ഉപരിയായി മനുഷ്യസ്നേഹമൊക്കെ പറയുന്ന കൂട്ടുകാരികളെ പോലെയാണ് ഞങ്ങൾ. പക്ഷേ അവർ ആ പർദ്ദയ്ക്കുള്ളിലായി. നമ്മൾ തിരിച്ചറിയേണ്ടത് ഭൂരിപക്ഷ ജനതയുടെ നടുവിൽ കഴിയുന്ന ന്യൂനപക്ഷങ്ങൾ, അതാരായാലും അവരരക്ഷിതരാകുന്നു എന്ന് കണ്ടാൽ അപകടം നമുക്ക് മണത്തറിയാൻ കഴിയണം. പ്രത്യേകിച്ചും ഏറ്റവും അധികം നമ്മൾ ഊറ്റം കൊള്ളുന്ന, അത്രയ്ക്ക് ജനാധിപത്യവൽക്കരണം നടന്ന, വൈവിധ്യങ്ങളെ എല്ലാ അർത്ഥത്തിലും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു ജനതയ്ക്ക് നടുവിൽ നിന്നുകൊണ്ടത് നടക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ഭൂരിപക്ഷ ജനതയ്ക്ക് കഴിയണം. ആ ഭൂരിപക്ഷ ജനത അതിന് തയ്യാറാകുമ്പോൾ അവരെ അതിൽ നിന്നും തന്ത്രപൂർവം മാറ്റുകയായിരുന്നു ഇവിടെ. അതാണ് ഇവിടെ സെറ്റ് ചെയ്ത അജണ്ട എന്ന് പറയുന്നത്. ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൽ പ്രതിയാക്കപ്പെടുന്നവരുടെ പേര്, ആ പേര് നോക്കിക്കൊണ്ടാണ് ആ വിഷയത്തെ നമ്മൾ വിശകലനം ചെയ്യുന്നത്. പലപ്പോഴും പല മുസ്ലിം സഹോദരിമാരും എഴുതുന്നത് കാണാം, ഓ ആ സംഭവത്തിലെ പേര് ഒരു മുസ്ലിം പേരല്ലായി മാറിയല്ലോ, ആശ്വാസമെന്ന്. ഭയമാണ്. ഈ ഭയം ന്യൂനപക്ഷത്തിനുണ്ടാകുമ്പോൾ ആ ന്യൂനപക്ഷത്തെ ഭയപ്പെടുത്താൻ, അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാൻ ചെല്ലുന്നവരെ ഭയപ്പെടുത്താൻ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ശബ്ദിക്കാൻ നമുക്കാകുന്നില്ല. നമ്മൾ പോലും ചില സമയങ്ങളിൽ ആ പേരുകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു, മനഃപൂർവ്വമല്ല. അത് ചെയ്തത് ജാതിയോ മതമോ നോക്കിയല്ല, ആ ചെയ്തത് എന്താണ് എന്ന് നോക്കി പ്രതികരിക്കാൻ പോലും കഴിയാത്തത്ര ഭയം നമ്മളെയൊക്കെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ മതേതര ജീവിതം നയിക്കുന്നവരുടെ ഇനി അങ്ങോട്ടുള്ള അവസ്ഥ ഭീകരമായിരിക്കും, ഒരു സംശയവുമില്ല. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കണം. ഇതെല്ലാം ആരംഭിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. ഇതെല്ലാം നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾക്കാണ്. കലാപമായാലും ഏതു തരത്തിലുള്ള യുദ്ധമായാലും എന്തൊക്കെ നടക്കട്ടെ, എല്ലാ കലാമിറ്റികളും നടക്കുമ്പോഴും അതിനെല്ലാം ഇരയാക്കപ്പെടുന്നത്, അതിൻ്റെ എല്ലാം അവസാനത്തെ എല്ലാ ഭാരവും പേറി അതിന് മുന്നിൽ തളർന്നു പോകുന്നത് സ്ത്രീകളാണ്. നമ്മളെ കുടുംബത്തിനകത്തേക്ക് നമ്മൾ പോകണം. കുടുംബത്തിനകത്തേക്ക് നമ്മൾ പോകണമെന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾ ഇത്തരം ചിന്തകളൊന്നുമില്ലാതെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ, അവർക്ക് സുരക്ഷിതമായ ഒരു സമൂഹം ഉണ്ടാകണമെങ്കിൽ നമ്മളെ കുടുംബത്തിനകത്ത് ജനാധിപത്യം ഉണ്ടാകണം. ആ ജനാധിപത്യ ബോധത്തിൽ നിന്നകത്ത് മാത്രമേ നമുക്ക് മനുഷ്യരെന്ന ചിന്തകൾ വരൂ. ആ ജനാധിപത്യമില്ലാതെ പോകുന്ന കുടുംബങ്ങളാണ് ഇന്ന് ഇത്തരം വർഗീയവാദികളുടെ ഇരകളായി മാറുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, വർഷാവർഷം ക്ഷേത്രങ്ങളിൽ, അമ്പലങ്ങളിൽ
ഒഴുകി പോകുന്നതെല്ലാം ആരാണ്? സ്ത്രീകളാണ്. വിശ്വാസം തഴച്ചു വളരുന്നുണ്ട്. അന്ധവിശ്വാസത്തിലേക്ക് പോലും കേരളം വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. മുടി വളർത്തിയ സ്ത്രീ ഒരു കുടുംബത്തിൻ്റെ ശാപമാണെന്ന് കണ്ടാൽ സ്വന്തം പെങ്ങളായാലും അമ്മയായാലും അവരെ കൊല്ലാൻ പോലും മടിക്കാത്ത തരത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. കേരളത്തിലെ കുടുംബങ്ങളിൽ നടക്കുന്ന ജനാധിപത്യമില്ലായ്മയ്ക്ക് ഇരയാക്കപ്പെടുന്ന കുറേയധികം പെൺകുട്ടികളുടെ വീട്ടിൽ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. 2025 ഫെബ്രുവരി 28 കൃത്യമായി പറഞ്ഞാൽ അന്നാണ് ഷൈനി എന്ന് പറയുന്ന പെൺകുട്ടി 2 പെൺകുട്ടികളുമായി, ഷൈനി എന്ന് പറയുന്ന യുവതി 2 പെൺകുട്ടികളുമായി ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തത്. എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഭർത്താവിൻ്റെ പീഡനമാണോ? സ്വാഭാവികമായി അതുണ്ട്. പക്ഷെ അതിലും ഉപരി ഒരു കാര്യമുണ്ട് അവിടെ. അത് ഷൈനി ജനിച്ചു വളർന്ന മതത്തിൻ്റെ തിട്ടൂരമനുസരിച്ച് വിവാഹിതയായി പോകുന്ന സ്ത്രീക്ക് പിന്നെ അവരുടെ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ല. നിനക്ക് തരേണ്ടതെല്ലാം നൽകി ഞങ്ങൾ പറഞ്ഞയച്ചു കഴിഞ്ഞു. ഇനി അവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നീ ഇങ്ങോട്ട് വരാൻ പാടില്ല. നിവർത്തികേട് കൊണ്ട് പലവട്ടം ഷൈനി അവളുടെ മാതാപിതാക്കളോടൊപ്പം വന്ന് താമസിച്ചു. അപ്പോഴൊക്കെ അച്ഛൻ പറയുന്നുണ്ട്, ഇതെൻ്റെ മകൻ്റെ വീടാണ്, ഈ വീട്ടിൽ നിനക്ക് എത്ര കാലം നിൽക്കാൻ പറ്റും, ഭർത്താവിനെ അനുസരിച്ച് അവിടെ ജീവിക്കണം. അതിനേക്കാളെല്ലാം ഉപരിയാ പറഞ്ഞൊരു കാര്യം, ഇത് മതനിന്ദയാണ് നീ ചെയ്യുന്നത്. ഒരു മതവിശ്വാസിയായി എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റില്ല. നീ ചെയ്യുന്നത് മതനിന്ദയാണ്. മതം തീരുമാനമനുസരിച്ചാണെങ്കിൽ നീ കഴിയേണ്ടത് അവിടെയാണ്. പള്ളി ഇടപെട്ടു. വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി, അവൾക്ക് തൊഴിൽ നൽകാൻ പള്ളി, അവൾ എവിടെയൊക്കെ തൊഴിലിന് പോയ അവിടെയൊക്കെ പള്ളി ഇടപെട്ടാണ് അവളെ തടഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം. ഒരു നിവൃത്തിയുമില്ലാതെ വന്നാണ്. അവൾക്ക് 3 മക്കളുണ്ട്. മൂത്തത് മകനാണ്. മകനെ ഭർത്താവിൻ്റെ വീട്ടുകാർ സ്വീകരിച്ചു. കാരണം എന്താണ്? സ്വത്ത് മുഴുവൻ മകനാണ്. ഇങ്ങനെ പല ഘടകങ്ങൾ, സാമ്പത്തികമായ ഘടകങ്ങൾ, മതപരമായ ഘടകങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുടുംബത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ അതിൻ്റെ കൂടെ ജാതി മത സ്പർദ്ധ കൂടെ വരികയാണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? എവിടെയാണ് നമ്മൾ സ്നേഹത്തിന് പോകുക? ആരോടാണൊന്ന് ചേർത്ത് പിടിക്കണമെന്ന് പറയുക? മതേതര ജീവിതം നയിക്കുന്ന നമുക്കൊരു പക്ഷേ ഇത്തരം വേദികളിൽ നമുക്കൊന്ന് പരസ്പരം താങ്ങാവാൻ പറ്റിയെന്ന് വരും. പക്ഷെ അത് നമ്മൾ വളരെ വളരെ ഒരു കടലിലെ ഒരു തരി പോലെയാണ് നമ്മൾ. വിശാലമായ ലോകം അതല്ലല്ലോ. ആ ലോകത്തേക്കല്ലേ നമുക്ക് നമ്മുടെ കുട്ടികളെ ഇറക്കി വിടേണ്ടത്, പുതിയ തലമുറ വളർന്നു വരേണ്ടത്. അത്ര ശോഭനമായ ഒരു ഭാവിയല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ വലിയൊരു അഗ്നിപർവ്വതത്തിന് പുറത്താണ്. നമുക്കിതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് മുന്നേറാൻ പറ്റുമോ? അതോ ഇതിനോടൊപ്പം ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറി അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറണമോ? ഇതൊക്കെ നമ്മുടെ മുമ്പിൽ പല പല ഓപ്ഷനുകളായി കിടക്കുന്നതാണ്. ഒന്നും ഞാൻ എല്ലാ മതങ്ങളെയും നിഷേധിക്കുന്നു, ഞാൻ എല്ലാ ജാതിയെയും നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വലിയ മഹാമേരു പോലെ നിൽക്കുന്ന വർഗീയതയെ നമുക്ക് തടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് എന്ത് വഴി? വിശാലമായ വേദികൾ ഉണ്ടാവണം, വിശാലമായ സാംസ്കാരിക വേദികൾ ഉണ്ടാവണം, ഇത്തരം കൂട്ടായ്മകൾ കൂടുതൽ ഉണ്ടാകണം. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവണം. പക്ഷേ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകണം. സമാധാനപരമായൊരു ജീവിതത്തിനുള്ള ഒരു അന്തരീക്ഷമൊരുക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ നമുക്ക് മുന്നേറണം എന്നുള്ളത് വളരെ ഗൗരവത്തോടെയും വളരെ സൂക്ഷിച്ചും നമ്മൾ വേണമെന്നാണ് പല അനുഭവങ്ങൾ കണ്ടുകൊണ്ട്, പല പെൺകുട്ടികളുടെയും അനുഭവങ്ങൾ കണ്ടുകൊണ്ട്, പല കുടുംബങ്ങളിലും നടന്ന ദുരന്തങ്ങൾ കണ്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അത്തരമൊരു ജീവിതത്തിന്,
അതുകൊണ്ട് ഈ പറഞ്ഞതിനർത്ഥം ആരും ഒന്നിലും പുറകോട്ട് പോകണമെന്നല്ല. പ്രണയം സംഭവിക്കുന്നതാണ്, സംഭവിക്കും. ജാതിയും മതവുമൊക്കെ ഒരറ്റത്ത് നമ്മളെ കൂടെ വന്നുകൊള്ളും. പക്ഷേ വർഗീയത അങ്ങനെയല്ല. വർഗീയതയെ നമുക്ക് ശക്തമായി തന്നെ നേരിടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് നിങ്ങൾക്കെല്ലാം സ്നേഹം പറഞ്ഞുകൊണ്ട് നിർത്തും.